ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ബദാം ഗ്രേവിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു 11 ബദാമും 6 അണ്ടിപ്പരിപ്പും ഒരു ഹാഫ് അവർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നെയ്യൊക്കെ ഒന്ന് മെൽറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളി അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കറി ഒന്ന് തുറന്നു നോക്കുകയാണ്. കണ്ട വെള്ളമൊക്കെ വറ്റി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ കറി കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ കറിയിൽ അരച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കടായി മസാല കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കറി നോക്കിയാൽ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വാങ്ങി വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ ബദാം ഗ്രേവി റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതിന്റെ ഗ്രേവി കണ്ടോ, എന്തോരം ക്രീമി ആയിട്ട് ഇരിക്കുന്നത്. ഇതിന്റെ രുചി ഒരിക്കൽ നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും. ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം, ഗീ റൈസ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറി റെസിപ്പിയാണിത്. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ചിക്കൻ ബദാം ഗ്രേവി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.